നമസ്കാരം. വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖത്തിൻ്റെ അവസാന ഭാഗവും അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരാണ്. വ്യാഴം ഈ രാശിക്കാർക്ക് 9ാം ഭാവത്തിലേക്കാണ് സംക്രമിക്കുന്നത്. 9ലൂടെ ഗോചരം ചെയ്യുന്ന ഈ വ്യാഴമാറ്റം എന്ന് പറയുന്നത് എല്ലാ നേട്ടങ്ങളും എല്ലാ ഗുണങ്ങളും കിട്ടും എന്നുണ്ടെങ്കിൽ പോലും നേരത്തെ ഉണ്ടായിരുന്ന ചില കാര്യങ്ങളും പല കാര്യങ്ങളും നമുക്ക് അതിൻ്റെ തുടർച്ചയെന്നോണം ചെയ്തു തീർക്കേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട്. ധനാഗമനം പ്രതീക്ഷിക്കുന്നവർക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് ധനം സ്രോതസ്സുകളൊക്കെ തുറന്നു വരുന്നതാണ്. പറയുന്ന വാക്കുകൾക്കൊക്കെ വില കൽപ്പിക്കപ്പെടുകയും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കൊക്കെ പ്രശസ്തിയും അവരുടെ വാക്കുകൾക്കും സ്ഥാനമാനങ്ങൾക്കുമൊക്കെ ഒരു അംഗീകാരവും ഒക്കെ കൈവരിക്കാൻ കഴിയുന്ന കാലമാണ്. വസ്ത്രങ്ങളും ആഭരണങ്ങളും നൂതന ഗ്രഹോപകരണങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് വൃശ്ചികം രാശിക്കാർക്ക്. പ്രണയിതാക്കളായിട്ടിരുന്ന ആളുകൾക്ക് വിവാഹത്തിലേക്ക് വന്ന് ചേരുന്ന രീതിയിൽ അവരുടെ പ്രണയം വന്ന് പൂത്തുലഞ്ഞ് വിവാഹത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായിട്ട് പണച്ചിലവുകൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരാം. അതായത് സന്താനങ്ങളുടെ ഉന്നത പഠനത്തിനോ അല്ലെങ്കിൽ വിവാഹത്തിനോ മറ്റെന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ ചിലപ്പോൾ നമുക്ക് ചിലവുകളൊക്കെ കൂടാം. ഉന്നത വിദ്യാഭ്യാസം സാധ്യമാകാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഉന്നത വിദ്യാഭ്യാസം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗം വന്ന് ഭവിക്കുന്നുണ്ട്. ആരോഗ്യകാര്യത്തിൽ ചികിത്സകളൊക്കെ വലിക്കുകയും കുറച്ചൊക്കെ സമാധാനവും സന്തോഷവും അംഗീകാരവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. ചികിത്സാ രീതികളൊക്കെ ഒന്നുകൂടി വിപുലമായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല സമയത്ത് ഡോക്ടറെ ഡയഗ്നോസിസ് ചെയ്ത് നല്ല രീതിയിലുള്ള കുറച്ച് മെഡിസിൻസൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ മധ്യപ്രായം കഴിഞ്ഞിട്ടുള്ളവർക്ക്, ജീവിതശൈലി രോഗങ്ങളൊക്കെ ബാധിച്ചിട്ടുള്ളവർക്ക് നല്ല രീതിയിലുള്ള ഒരു മാറ്റം ആരോഗ്യരംഗത്ത് പ്രതീക്ഷിക്കാം. പുതിയ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മീഡിയ രംഗത്തും അതുപോലെ തന്നെ മാധ്യമരംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് പുതിയതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ സാധിക്കുന്നതാണ്. സാങ്കേതിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങളുടെ കഴിവുകൾ കൊണ്ട് പുതിയ പുതിയ നൂതന സംരംഭങ്ങളോ ആവിഷ്കാരങ്ങളോ ഒക്കെ സാധിച്ചെടുക്കാൻ കഴിയുന്ന കാലമാണ്. നല്ല സമയമാണ്. പൊതുവെ അഡ്വക്കേറ്റായിട്ടുള്ളവർക്കും പഠനതലത്തിൽ ടീച്ചിങ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ നേട്ടങ്ങളുടെ ഒരു കാലം തന്നെയായിരിക്കും. ഏജൻസി പോലെയുള്ള ഏതെങ്കിലും ഏജൻസിയൊക്കെ സബ്ബൊക്കെ എടുത്തിട്ട് നടത്തുന്ന ഏജൻസി പോലെയുള്ള സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നവർക്ക് അത് തുടങ്ങാനൊക്കെ നല്ല ഒരു സമയമാണ്. വിവേചന ബുദ്ധിയോടെയും അതുപോലെ തന്നെ ആത്മാർത്ഥതയോടെയും ജാഗ്രതയോടുകൂടിയൊക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുന്നതാണ്. അത് പ്രാവർത്തികമാക്കാനുള്ള സാധ്യതകളും നിങ്ങൾക്കുണ്ടാകാം. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്ന പ്രവൃത്തികളൊക്കെ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. ആ പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യാനും സജ്ജന സംസർഗം ഇതുമൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് കൂടുതലായിട്ട് വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ ദൂരയാത്രകൾ അലച്ചിലുകളാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രകൾക്ക് മുൻപ് കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് വെച്ചാൽ മാത്രം പണച്ചെലവുകൾ അധികരിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. യാത്രകൾ പ്രയോജനപ്രദമാകാനായിട്ട് നിങ്ങൾ നല്ലതുപോലെ ദൈവാധീനമൊക്കെ വർദ്ധിപ്പിക്കാം. 5ലെ ശനി നിങ്ങൾക്ക് ദോഷകാഠിന്യം കുറയ്ക്കുന്നതാണ്. കൂടുതൽ ഗുണാനുഭവങ്ങൾക്കായിട്ട് ശനീശ്വര പ്രാർത്ഥനകളും മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക. ഹനുമാൻ ക്ഷേത്ര ദർശനം, അതുപോലെ ഹനുമാന് കുങ്കുമാർച്ചന, വെറ്റിലമാലാർച്ചന, ഹനുമാൻ ചാലീസ് പാരായണം, ദേവി മഹാത്മ്യം നിത്യവും പാരായണം ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലും സന്താനങ്ങൾക്കുമൊക്കെ ഉയർച്ചയും ഐശ്വര്യവും സമാധാനവും കൈവരിക്കാൻ കഴിയുന്നതാണ്.